പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗിൻ്റെ താരമായ ജോ ഹെൻറി NXTയിൽ വന്നതിന് ശേഷം സൃഷ്ടിച്ച ചരിത്രത്തെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് കൂടുമാറുന്നുവോ എന്നുള്ളതിനെ സംബന്ധിച്ചും അവസാനത്തേത് ജോൺ സിനയുടെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് ജോ ഹെൻറി എന്ന TNA റെസ്ലിംഗ് താരത്തെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ WWE NXT എന്ന വീക്ക്ലി എപ്പിസോഡിൽ ജോ ഹെൻറി ബാറ്റിൽ റോയലിൽ പങ്കെടുക്കാൻ വേണ്ടി സർപ്രൈസ് എൻട്രി നടത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭിച്ച ആ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് റെസൽമേനിയ 40 ശേഷം WWE ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വ്യൂവർഷിപ്പ് എന്നുള്ളൊരു പേരിലേക്കാണ് കയറി പോയിട്ടുള്ളത്. അതായത് ഇപ്പോൾ റെസൽമേനിയ 40 കഴിയുന്നതിന് ശേഷം റോ, സ്മാക്ഡൗൺ, പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഇതൊക്കെ എടുത്തു നോക്കിയാൽ പോലും ജോ ഹെൻറിക്ക് കിട്ടിയ അത്തരത്തിലുള്ള ഒരു വ്യൂവർഷിപ്പ് മറ്റൊരു വീഡിയോക്കും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ TNA റെസ്ലിംഗിലെ ഒരു താരത്തിന് ഇത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ താരം ഭാവിയിലെ ഒരു വേൾഡിലെ തന്നെ അറിയപ്പെടുന്ന ഒരു റെസ്ലിംഗ് താരമായി മാറും എന്നുള്ളതിൽ നമുക്കിനി യാതൊരുവിധ സംശയവും വെക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പോൾ പോലും ജോ ഹെൻറി എന്ന റെസ്ലറിൻ്റെ കഴിവ് എന്താണെന്ന് പൂർണ്ണമായി അദ്ദേഹം പുറത്തേക്ക് വിട്ടിട്ടുമില്ല. എന്തായാലും ഇനി തുടർന്നുള്ള NXT വീക്ക്ലി എപ്പിസോഡിൽ ജോ ഹെൻറിയെ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. WWE താരങ്ങൾക്ക് പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്ത സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള വലിയൊരു വ്യൂവർഷിപ്പ് അത് ജോ ഹെൻറി എന്ന TNA റെസ്ലിംഗിൻ്റെ താരം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ജോ ഹെൻറി എന്നത് വളരെ സാധാരണയായിട്ടുള്ള ഒരു റെസ്ലർ പോലെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു ആളല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇനി തുടർന്നുള്ള NXT എപ്പിസോഡിൽ ജോ ഹെൻറിയുടെ സ്റ്റോറി ലൈൻ ഉണ്ടെങ്കിൽ അത് NXTയുടെ വീക്ക്ലി എപ്പിസോഡിൻ്റെ മൊത്തത്തിലുള്ള വ്യൂവർഷിപ്പിനെ നല്ലതുപോലെ ഉയർത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് TNA റെസ്ലിംഗിനെ ആയിരിക്കും. TNA റെസ്ലിംഗ് ഉടനെ തന്നെ ജോ ഹെൻറിയെ വേൾഡ് ചാമ്പ്യൻ ആക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് വിൻസ് മിക്മാൻ്റെ മകനും WWEയിലെ സൂപ്പർ സ്റ്റാറും ആയിരുന്ന ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് കൂടുമാറ്റാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റൂമേഴ്സിനെ സംബന്ധിച്ചാണ്. AEWയിൽ വർക്ക് ചെയ്യുന്ന ചിലരുടെ പോഡ്കാസ്റ്റിൽ അവർ പങ്കുവച്ചൊരു അഭിപ്രായമാണ് ഇപ്പോൾ റെസ്ലിംഗ് ലോകത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. AEW റെസ്ലേഴ്സിൻ്റെ അടുത്തേക്ക് ഷെയ്ൻ മിക്മാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് AEWയിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ടോണി ഖാനെ മീറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് പോകുകയാണെങ്കിൽ പരിഗണന എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുമുള്ള ഒരു ഡിസ്കഷൻ ആരംഭിച്ചുവെന്നും എന്നാൽ ഏത് റെസ്ലറിൻ്റെ ഒപ്പമാണ് ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഷെയ്ൻ മിക്മാൻ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നിലവിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും മിക്കവാറും ടോണി ഖാൻ ഷെയ്ൻ മിക്മാന് ഇത്തരത്തിലുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ AEWയിലേക്ക് ഷെയ്ൻ മിക്മാനെ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. WWE സംബന്ധിച്ച് അവർക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് പോകുക എന്ന് പറയുന്നത്. കാരണം AEW പിന്നെയും ഒരു ചർച്ചാ വിഷയമായി മാറും. കൂടാതെ വിൻസ് മിക്മാൻ്റെ മകൻ AEW എന്ന ശത്രു കമ്പനിയിലേക്ക് പോയി അത് വലിയൊരു പേരുദോഷം ഉണ്ടാക്കും. അപ്പോൾ ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് പോകുന്നത് ടോണി ഖാനെ സംബന്ധിച്ച് വലിയൊരു ഫെയിം കിട്ടും എന്നുണ്ടെങ്കിലും WWE സംബന്ധിച്ച് അത് തീരാ നഷ്ടമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ജോൺസിനയെ സംബന്ധിച്ചാണ്. ജോൺസിന് ഇപ്പോൾ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ജോൺസിനയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2 പോയിന്റുകളാണ് ജോൺസിന പറയുന്നത്. തൻ്റെ റെസ്ലിംഗ് കരിയറിന് വിരമിക്കൽ ഉടനെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ജോൺസിന പങ്കുവെക്കുന്നുണ്ട്. തൻ്റെ ആ ഒരു റെസ്ലിംഗ് ചാപ്റ്റർ അവസാനിക്കാൻ പോകുകയാണ് എന്നുള്ളതും എന്നാൽ തൻ്റെ ബോഡി ബിൽഡിംഗ് ഒന്നും താൻ അവസാനിപ്പിക്കില്ല എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട്. കാരണം റെസ്ലിംഗിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തൻ്റെ ബോഡി ബിൽഡിംഗ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത് തൻ്റെ ഹാർട്ട് ബീറ്റ് ഉള്ള കാലത്തോളം താൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ഉടനെ പ്രതീക്ഷിക്കാം എന്നുള്ളതും ജോൺസിനയുടെ ഈ ഒരു അഭിപ്രായം അദ്ദേഹം ഇൻ്റർവ്യൂകളിൽ പിന്നെയും എടുത്തു പറയുന്നത് റെസ്ലിംഗ് ലോകത്ത് പ്രത്യേകിച്ച് ജോൺസിന ആരാധകരെ സംബന്ധിച്ച് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ജോൺസിന 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആയിക്കൊണ്ട് ആ റെക്കോർഡ് ജോൺസിനയുടെ പേരിലേക്ക് എത്തുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ജോൺസിനയുടെ എല്ലാ ആരാധകരും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് കരിയറിന് ജോൺസിന തിരശീല വീഴ്ത്തുകയാണെങ്കിൽ അത് തീരാ നഷ്ടമായിരിക്കും. ജോൺസിനെ ഒരിക്കൽ കൂടി വേൾഡ് ചാമ്പ്യനായി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളൊരു സീന ആരാധകനാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.